എപ്പോഴാ എത്തിയത്? 2 ദിവസം. അതെ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നല്ലേ? എന്തെങ്കിലും ജോലി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ജോലിയുടെ ദിവസം ഒന്നും പറഞ്ഞില്ല, അളിയൻ വരാൻ പറഞ്ഞു വന്നു. അളിയനുണ്ടല്ലോ. ഗൾഫ് കണ്ടിട്ട് എന്തോ വന്നു? കണ്ടിട്ട് കൊള്ളാം, വന്നിട്ടല്ലേ ഉള്ളൂ. അൻവർ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അവന് എനിക്ക് തട്ടാൻ പറ്റില്ല. കാരണം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ്. അൻവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഏറ്റെടുത്തത്. ഇൻഷാല്ലാ എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, നമുക്ക് അവിടത്തൊക്കെ പറഞ്ഞു നോക്കാം, ജോലിയൊക്കെ ശരിയാവും. എന്തായാലും റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ റൂം. ഓ മറ്റേ ആരെങ്കിലും ഉണ്ടാവും, നോക്കാം. അല്ല ഇറങ്ങിക്കോ. പെട്ടി എടുത്തുണ്ടേ. അയക്കണ്ട, അതെടുത്തല്ലേ അങ്ങോട്ട് കയറാത്തത്. ഇതാണ് നമ്മളെ റൂം. അതൊന്നും നീ നോക്കണ്ട. ആദ്യം കുറച്ച് മലയാളികൾ കുറെ ഉണ്ട്. നമ്മളെ റൂം അപ്പുറത്താ, അവിടെ മൊത്തം മലയാളികളാ, എല്ലാവരും മലയാളീസാണ്. അതൊന്നും പേടിക്കണ്ട. ഞാനവിടെ എന്തായാലും നമ്മുടെ പൈമാർക്ക് പറഞ്ഞിട്ടുണ്ടോ. ഇത് നമ്മളെ അൻവറിന്റെ അളിയനാ. സുലൈമാക്ക് അറിയാന്നേ, നമ്മളെ അൻവറിന്റെ അളിയനെ. നമ്മളെ മറ്റേ അൻവറിന്റെ. ശരി, എപ്പോഴാ വന്നു നാട്ടിൽ നിന്ന്? എന്താണ് പേര്? നീ നേരത്തെ വന്നു ഡ്യൂട്ടിയില്ലേ? നമ്മളെ ഈ ചെറുക്കനെ ഇവിടെ ഒന്ന് കിടത്തണല്ലോ. സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാലോ. അപ്പൊ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. നീയേ വെറുതെ ഇരിക്കല്ലേ, നീ ഒന്ന് വൈകിട്ട് ചെക്കനെ കൊണ്ടൊന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി. കാണാം കേട്ടോ. ബാഗ് അവിടെ വെച്ചേട്ടോ, എന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്തോ കേട്ടോ. ഓക്കെ കേട്ടോ, ബാക്കി സംസാരിക്കാം. അല്ല മോനെ, ഈ എന്തെങ്കിലും തത്തിക്കളിക്കണ ആ വേഗം വെച്ചിട്ട് കേറിക്കോ. വന്നാല് ഇതാണ് നിന്റെ ബെഡ്. കേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല, കേറിക്കോ. എനിക്കത് നല്ല മൂലക്കുരുവിന്റെ അസുഖണ്ടാ. കേറിക്കോ, കേട് കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോ ഒക്കെ നോക്കാവും, സെറ്റാക്കി തരും. നീ ഇറങ്ങി ബാർക്കിന്റെ ആളെ എന്റെ പേരിലാണ്ടാ നമ്മൾ ഈ പരിഗണന തരണത്. കാരണം അവൻ നമ്മൾക്ക് അത്രക്ക് വേണ്ടപ്പെട്ടവനാണ്, മനസ്സിലായ? നീ നമ്മ താഴെ കിടത്തോ. എടാ, മോളി കിടക്കണതിന്റെ പവർ വേറെയാണ്. ആ വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പലതാലും വെച്ച് കയറിക്കോ. നമ്മളെ ഭായിനെ പരിചയപ്പെട്ടില്ല, പരിചയപ്പെടേണ്ട ഒരു വസ്തുവാണ് അത്. ഹിന്ദി അറിയാം എനിക്ക്. ഇതാണ് നമ്മളെ മെയിൻ ഈ റൂമിന്റെ കംപ്ലീറ്റ് ഇൻചാർജ്. മൂപ്പള തലയില ഓടുന്നാണ് മൂപ്പര വിചാരം. മുബാറക്ക ഫ്രണ്ട്. ഭയങ്കര സ്നേഹമുണ്ട് ആള് കേട്ടാ. പഠിക്കേണ്ട കാര്യമാണ്. നിനക്ക് ഹിന്ദി വല്ലതും അറിയാം? ഹിന്ദി അറിഞ്ഞൂടാ? വേഗം പഠിച്ചോളൂ കേട്ടാ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കല്ലോ. അപ്പൊ കേറിക്കോ, എയർ ഇന്ത്യയിൽ വേഗം വെച്ച് വലുതാലും വെച്ച് കേറിക്കോ കേട്ടാ. ഒന്നും പേടിക്കണ്ട. ഇതാകുമ്പോ മുകളിലുള്ള സാധനങ്ങളൊക്കെ അത് ഒക്കെ ഞാൻ ഒതുക്കി തരാത്. ഞമ്മന്റെ സാധനങ്ങളാണ് അത്, കംപ്ലീറ്റ് സാമഗ്രികൾ കേട്ടാ. സാഗമന ജംഗമന സാധന വസ്തുക്കളൊക്കെ ഇറക്കി തരാം. സുഖമായിട്ട് നീ റെസ്റ്റ് എടുത്തോ കേട്ടാ. മുബാറക്കിന്റെ ആളതിന്റെ പേരിലാണ് കേട്ടാ. നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട് കേട്ടാ. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഓക്കെ, റെസ്റ്റ് എടുത്തോ. മോനെ, നീ ഉറങ്ങിയില്ലേ? ഒന്ന് കിടന്ന് ഉറങ്ങിക്കോ, റെസ്റ്റ് എടുത്തോ കേട്ടോ. കിടക്കണില്ലേ? എടാ, റെസ്റ്റ് എടുക്കടാ. നമുക്ക് പോണ്ടേ, സ്ഥലം കാണാൻ പോണ്ടേ?
ആ നാട്ടില്ലാണ്ട് ഒന്ന് കിടന്നേ നീ കാണട്ടെന്ന്. നമുക്കേ സ്ഥലമൊക്കെ കാണാൻ പോണ്ടേ? ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുള്ളതാണ്. അപ്പൊ പോയി കിടന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം കേട്ടാ. ഓക്കെ, മുബാറക്ക് പറഞ്ഞതിന്റെ പേരിലാണ് ട്ടാ. മറക്കണ്ട, നമുക്ക് വേഗം റെസ്റ്റ് എടുത്തോ. അല്ല വേറെ ചെറിയ പേരൊന്നുമില്ലേ? അത് മതി. ഈ തൊള്ളയെ തോന്നിയത് വായിൽ ഒതുങ്ങാത്ത സാധനങ്ങളൊക്കെ വലിച്ചുവാരി എങ്ങനെ പറയാനാണ്? അത് മതി. കുഞ്ഞുട്ടി അത് ആര് ചോദിച്ചാൽ അത് പറഞ്ഞാൽ മതി കേട്ടാ. വലിയ നീട്ടിയൊന്നും പറയണ്ട. അവസാനം വലിച്ചെറിഞ്ഞ് കളയും. അപ്പൊ കിടന്നോ നീ. അതെ വന്നിട്ട് ഇവനൊക്കെ കുടിച്ചാ? കുടിച്ചില്ല. പിന്നെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട മെയിൻ സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ തന്നെ നമ്മളുണ്ടാകുന്നത്. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ല. അറിയില്ല? അത് മേടിക്കണ്ട. ഞാനിതേപോലെ തന്നെ ആയിരുന്നു. നിങ്ങടെ നോക്കിയേ, ഞാനിതുപോലെ തന്നെ ആയിരുന്നു. ആദ്യമൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങോട്ട് പഠിച്ചപ്പോ ഒക്കെ നമ്മ സെറ്റാക്കി തരും. കാരണം നീ മുബാറക്കിന്റെ ആളല്ലേ. പിന്നെ ഈ കാണാണ് ബാത്റൂം. ഇത് റൂമല്ലായിരുന്നു. റൂമാ? ബാത്റൂമാണിത്. ഇവിടെ ഒരേ സമയങ്ങളുണ്ട് ഓരോരുത്തരെന്ന് വെച്ച് കഴിഞ്ഞാല്. ഇപ്പൊ മുബാറക്കിന് 7:30ക്കാണ് ഡ്യൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ അത് 6:45 അവനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സുലൈമാൻ കാക്കും ഈ പറഞ്ഞ മാതിരി അത് കഴിഞ്ഞിട്ടുള്ള സമയമുണ്ട്. നിനക്കും ഒരു സമയമുണ്ട്. മനസ്സിലായാ? നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരുപാട് നമ്മൾ കാണിച്ചുതരാം നിനക്ക്. ഒരുപാട് സ്ഥലങ്ങൾ നിനക്ക് കാണാനുണ്ട്. കാണിച്ചുതരാൻ നമ്മള്. കല്യാണം കഴിച്ചേ? ഇല്ല. വാ. ഇപ്പൊ എങ്ങട്ടാ പോണത്? എല്ലാം എടുത്തോണ്ട് എനിക്കൊരു പിടിപ്പില്ല. ഒരു കാര്യം ചെയ്യും. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി സ്ഥലങ്ങളുണ്ടല്ല, സമയമുണ്ട്. നമുക്ക് എന്നിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ പോവാം. അറച്ചി പറഞ്ഞ മാതിരി കംപ്ലീറ്റ് അറബികളായിട്ടുള്ള ഭയങ്കര കണക്ഷനാണ്. ഇപ്പൊ അറബികളുടെ വീടുകളാണ് കാണുന്നതൊക്കെ. ഇവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. വന്നിട്ടൊക്കെ ഭയങ്കര സ്നേഹവും ഓരോ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നതാണ്. മുബാറക്കിന്റെ ആളായതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത്ര കൂടുതൽ നിന്നോടുള്ള ഈ സ്നേഹം കാണിക്കുന്നു കേട്ടാ. അതുകൊണ്ട് മാത്രമാണ് ഇത്ര വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടത്തെ സൈഡിലല്ലേ? ഇവിടെ ഇടത്തെ സൈഡിലാണ്. ഭയങ്കര ഫുൾ ഓട്ടോമാറ്റിക് വണ്ടികളാണ്. വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. കാല് വെറുതെ വെച്ചുകൊടുത്താൽ മതി. ബ്രേക്കിന്റെ സമയമാകുമ്പോൾ നമ്മളെ നാട്ടിലാണ് തിരക്കും തിക്കും ബഹളവും അല്ലേ? ഖത്തറിന്റെ പേരൊക്കെ കണ്ടില്ലേ? ഖത്തറിന്റെ ഒരു പേരൊക്കെ നമ്മളെ അടിച്ചേക്കണണ്ട. അതൊക്കെ ഭയങ്കര ഇതല്ലേ. പിന്നെ നമ്മളെ നാട്ടില് ഇവിടെ ഒക്കെ വലിയ കടയിൽ പോകണ വണ്ടികള് ഒക്കെ ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ എന്താ പറയാ, നാട്ടിലൊക്കെ വലിയ ബെൻസ് പോലത്തെ സാധനങ്ങളാണ് ഇവിടെ കടയിൽ കൊണ്ടുപോകണ വണ്ടികൾ. വണ്ടി ഓടിച്ചിട്ടുണ്ടാ? വണ്ടി വഴിയുണ്ട്. ഇതിലേ പോവാം. സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. ഈ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുവന്നാ? നാട്ടിൽ നിന്ന് അല്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നോളൂ. എന്റെ റൂമിലല്ലായിരുന്നു അവിടെ കഴിഞ്ഞു. കൊഴപ്പില്ല, കൊണ്ടുവന്ന കുഴപ്പമൊന്നുമില്ല. കുബൂസ് കഴിച്ചിട്ടുണ്ടാ? കുബൂസ് നാട്ടിൽ നിന്ന് ഷവർമ്മയൊക്കെ കഴിക്കാറുണ്ട്. ഷവർമ്മ കുബൂസും തൈരും കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. കുഴപ്പമില്ല, ശീലായിക്കോടാ. പ്രത്യേക ശീലമാണത്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് എന്നൊക്കെ പറയണത്. ഇവിടെ സാധനങ്ങളൊക്കെ ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ കാശിൻ്റെ കാര്യം ശരിയായിട്ടില്ല കേട്ടോ. ഞാൻ നമ്മളെ മുബാറക്ക് ഉണ്ടല്ലോ, മുബാറക്കിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്
തൽക്കാലം നീ അറേഞ്ച് ചെയ്തിട്ട് കുട്ടികളെ സ്കൂളിൽ ചേർത്താം കേട്ടോ. അപ്പോൾ അത് കിട്ടിയ നാളെ ഞാൻ എന്തായാലും പിന്നെ കാശ് അയച്ചു തരണേ. പക്ഷെ അത് ഞാൻ വിളിക്കണ്ട കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാ. അല്ല എന്തായി അവനെ? എനിക്കിവിടെ പറ്റില്ല. എന്തേ? പിന്നെ പൈസന്റെ കാര്യം ചോദിച്ചെന്താ എന്തായോ? അത് ഞാൻ ഏർപ്പാടാക്കി തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ നാളെ ശരിയാക്കി തരാം. ഓക്കെ. എന്താ മോനെ? തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ട്. ആ ശരി. അല്ലടാ അനീഷേ, നീ അവനെ കൊണ്ടുപോയില്ലായിരുന്നു ഇന്നലെ പുറത്ത്? അതൊന്നും പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു അവൻ നാട്ടിൽ പോണോന്ന്. ഒരു കാര്യം പറഞ്ഞ എന്താണ് അനീഷ? നീ വേറെ എന്തെങ്കിലും പറഞ്ഞ? ഇനി സ്ഥലങ്ങളുണ്ട്, ഇന്നലെ കണ്ടതൊന്നുമല്ല, ഇനിയല്ല സ്ഥലങ്ങൾ കാണാനിരിക്കണത്. അത് ബെസ്റ്റാണ് എന്റെ ബൊള്ളോ. പറഞ്ഞായിരുന്നു ഇന്ന് പോകുമ്പോ എല്ലാം സെറ്റ് ആവും കേട്ടാ. എന്നാ നാട്ടിൽ പോണ ചിന്ത തന്നെ മാറ്റിക്കളാ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ എന്നൊന്ന് പറ, സെറ്റാക്കാം നമുക്ക്. എന്താ പോലെ എത്ര ടെൻഷൻ വല്ലണ്ടാ? എന്താ പറ്റും? എന്തിനും പ്രശ്നം പറഞ്ഞോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. നാട്ടിലോ? അങ്ങനെ എന്തിപ്പോ ചിന്തിക്കണ്ട. ഇപ്പൊ തന്നെ നാട്ടിൽ പോകണമെന്ന് ടെൻഷൻ അടിക്കൊന്നും വേണം. എല്ലാം ശരിയാവും. ഞാൻ ഒരു 28 വർഷമായി ഇവിടെ ഖത്തറിലെ. ആദ്യം വന്നപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ട് തന്നെ ഇതുപോലെ എത്തിയത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അളിയ അൻവർ ഉണ്ടല്ലോ, അൻവർ നന്നായിട്ട് അറിയാം, എന്നെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാം. ഇബാർക്കിന്റെ കൂടെ എപ്പോഴും ഇവിടെ വരാറുണ്ട്. പിടിച്ചു നിൽക്കണം. ഒരു 1-2 വർഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ആയിട്ടൊരു കുഴപ്പമുണ്ടാവില്ല. നമ്മളെല്ലാവരും ഇതുപോലെ തന്നെയാണ്. ടെൻഷനുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മറന്ന് നിൽക്കണം. ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും നമുക്ക്. അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതെല്ലാം ശരിയാവും, ടെൻഷൻ അടിക്കണ്ട. പുതിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ കൊണ്ടുവന്ന് പുറത്തിട്ടതാ. അത് അങ്ങോട്ട് പോയി, പിന്നെ പോയ വഴി കണ്ടിട്ടില്ല. ആ അതന്നെ, നമുക്കൊരു സെൽഫി എടുക്കാം. നോക്കി നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ജുനൈദല്ലേ? ഒരു സെൽഫി എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. എന്താ പേര്? കുഞ്ഞോള്. കുഞ്ഞോളോ? ആ ശരി. എവിടെ വീട്? ഞങ്ങളിവിടെ വള്ളിക്കാപ്പറ്റ. ഇവിടെ തന്നെ. ശരി. നിങ്ങളെ വീട് എവിടെ? എന്റെ വീട് നിലമ്പൂര്. ആ ഇതെന്റെ ഫ്രണ്ടാ. എന്നാ ശരി കേട്ടോ.